There is something undeniably magical about traveling. ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് തമിഴ്നാടിലെ ഏർക്കാട്. നിങ്ങളിൽ എത്ര പേര് ഇവിടത്തേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു സൂപ്പർ ത്രില്ലർ ലോങ് റൈഡ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരണം. വീക്കെൻഡിൽ 2 days നമുക്ക് അടിച്ചു പൊളിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒത്തിരി ടെൻഷനും സ്ട്രെസ്സും കാണും. ജോലി എടുത്ത് മടുത്തവർക്ക് ഒരു റിലാക്സ് ചെയ്യാൻ ഒരു ലോങ് റൈഡ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം. ടോട്ടൽ 20 ലോങ് എയർപിൻ കർവ്സ് ആണ് ഇതുവഴി ഉള്ളത്. ഈ മാപ്പിൽ കാണുന്നത് പോലെ തന്നെയാണ് 20 ലോങ്കസ്റ്റ് എയർപിൻ ബെൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആശാനെ, സത്യമായിട്ടും നിങ്ങൾക്ക് ഈ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കൊരു വൈബ് തന്നെ ആയിരിക്കും. ഞങ്ങളിപ്പം നിൽക്കുന്നത് 9ാമത്തെ എയർപിൻ കർവിലാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നുള്ളത്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഈ വ്യൂ കണ്ടില്ല, എത്ര ഭംഗിയാണ്, എത്ര ഹൈറ്റ്, എത്ര പീക്കിലാണ് നിൽക്കുന്ന ഒരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിനി 20ാമത്തെ കർവിൽ പോയി നിൽക്കുകയാണെങ്കിൽ ആ വ്യൂ പോയിന്റ് ആണ് എന്തൊരു ഭംഗിയായിരിക്കും. ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഏർക്കാടിലെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതെന്നറിയാൻ വേണ്ടി ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങളുടെ യാത്ര അതേ തുടങ്ങി. അപ്പോൾ ഇനിയും 11 എയർപിൻ ബെൻസും കൂടി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഏറ്റവും ടോപ്പ് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഡേ 1 ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ലേഡീസ് സീറ്റ്, ജെൻസ് സീറ്റ്, ഏർക്കാട് ലേക്ക്, പിന്നെ സേർവറായൻ ഹിൽ വ്യൂ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് ഞങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ടോപ്പ് എത്താറായി. ഇതേ കണ്ടില്ലേ, 19ാമത്തെ എയർപിൻ ബെൻഡും കൂടി കഴിഞ്ഞു. ഇനി ഒറ്റൊന്നേ ഉള്ളൂ ടോപ്പ് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളത് 20 എയർപിൻ ബെൻഡ്സും കൂടി കഴിഞ്ഞ് ഏറ്റവും ടോപ്പ്, അതായത് ഏർക്കാടിലെ ഏറ്റവും ടോപ്പ് എത്തിക്കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ വ്യൂ. അത്രയ്ക്കൊരു ലോങ് റൈഡ് വന്നിട്ട് ഏറ്റവും ടോപ്പ് എത്തി നമുക്ക് ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് സത്യമായിട്ടും ആ ഒരു ഫീല് വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ റൂം എത്തി. സോ ഈ കാണുന്ന വില്ലയിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കാൻ പോകുന്നത്. ആൾറെഡി ഓൺലൈൻ വഴി തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. സിറ്റിയിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്ററിൻ്റെ ദൂരത്തിൽ തന്നെയാണ്. അത് മാത്രമല്ല നല്ല ഒരു പീസ്ഫുൾ എൻവിറോൺമെൻറ്റും കൂടിയാണ് ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ. നമ്മൾ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ അകലെയാണെങ്കിൽ പോലും ഒത്തിരി അകലെയുള്ള ഒരു ഫീലാണ് തോന്നിക്കുന്നത്. അത്രയ്ക്ക് ഒരു പീസ്ഫുൾ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ അത്രയ്ക്കൊരു നല്ല ആംബിയൻസും ഇവരുടെ നല്ല നല്ല തോട്ട്സും ഇതൊക്കെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് സത്യത്തെ. അത് മാത്രമല്ല പ്രൈസും കൂടി വളരെ റീസണബിൾ പ്രൈസാണ്. ഈ ഹോട്ടൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ദേ കണ്ടില്ലേ, റൂമിനകത്ത് പോലും ഇതുപോലത്തെ നല്ല നല്ല ഫ്രെയിംസ് ഇവർ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, നല്ലൊരു ബാൽക്കണി കൂടി ഉണ്ട്. അറ്റാച്ച്ഡ് റൂമിന് അറ്റാച്ച് ആയിട്ട് തന്നെ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. അപ്പം ഇതാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ. ഞങ്ങൾ ആൾറെഡി ഏറ്റവും ടോപ്പിലുള്ളത് കൊണ്ട് തന്നെ ഇനി ഏറ്റവും ടോപ്പ് ഇനി കാണാനായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇനി ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാം. അപ്പോൾ ഇനി വൈകിക്കാതെ തന്നെ ഡേ 1 കാണേണ്ട ഓരോ സ്ഥലത്തേക്കായി നമുക്കിനി പോകാം. അങ്ങനെ ആദ്യം റൂമിൽ ചെന്ന് ഫ്രഷപ്പായി അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്ന സ്ഥലമാണ് ലേഡീസ് സീറ്റ്. അതായത് ഏർക്കാടിലെ തന്നെ ഒരു ഫേമസ് വ്യൂ പോയിന്റ് ഉള്ള സ്ഥലം കൂടിയാണ് ഈ ലേഡീസ് സീറ്റ് എന്ന്. ഇത് ഏർക്കാട് സീറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല നമുക്ക് ഈ ഏർക്കാട് സിറ്റി കാണാൻ പറ്റുന്ന പല ടൂറിസ്റ്റ് സ്ഥലങ്ങളും ജസ്റ്റ് ഒരു 7 to 8 കിലോമീറ്റർ സറൗണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ കാണുന്ന സ്ഥലമാണ്
ലേഡീസ് സീറ്റ്. ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് കണ്ടില്ലേ നല്ല സേഫ്റ്റി മെഷേഴ്സും കൂടി ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പേടിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നിന്ന് ഇവിടുത്തെ ഭംഗി കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ പേടിക്കാതെ തന്നെ അവർക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കും. നമ്മളല്ലേ ഒത്തിരി ഹൈറ്റും പീക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് പേടി തോന്നും, പക്ഷേ ഇവിടെ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ നല്ലൊരു വ്യൂ പോയിന്റ്. ഇത് മാത്രമല്ല ജെൻ സീറ്റും പിന്നെ ചിൽഡ്രൻ സീറ്റ് എന്ന് പറയുന്ന വ്യൂ പോയിൻറ്റ്സും കൂടി സെയിം ആണ്. നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. അത് ഇവിടുന്ന് ജസ്റ്റ് ഈ ലേഡീസ് സീറ്റ് എന്ന ഈ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ നടന്ന് ചെല്ലാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നേരെ ഞങ്ങൾ ചെന്ന സ്ഥലമാണ് ഏർക്കാടിലെ ലേക്ക്. അതായത് ഈ ഏർക്കാടിലെ ലേക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഈ ലേക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ പലതരത്തിലെ ബോട്ടിങ്ങും കൂടി അവൈലബിൾ ആണ്. ഈ കാണുന്നത് പോലെ 3 ടൈപ്സ് ഓഫ് ബോട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് സീറ്റ് പെഡൽ ബോട്ട്, സീറ്റ് റോ ബോട്ട്, പിന്നെ സീറ്റ് മോട്ടോർ ബോട്ട്. ഇത് 3 നമുക്കിവിടെ വന്ന് ട്രൈ ചെയ്യാൻ സാധിക്കും. പെഡൽ ബോട്ട് സ്വയം നമ്മൾ തന്നെ ഓടിക്കണം. ഇത് 2 അല്ലയിൽ 4 പേർക്ക് പോകാവുന്നതാണ്. അല്ലാത്തവർക്കായി മോട്ടോർ ബോട്ടും പിന്നെ റോ ബോട്ടും അവൈലബിൾ ആണ്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജസ് നമ്മൾ ഏത് ബോട്ടിംഗ് ആണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറും. അങ്ങനെ ഈ ലേക്കിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് സേർവറായൻ ഹിൽ. ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇനി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് സൺസെറ്റ് കാണാൻ സാധിക്കുള്ളൂ. ഈ സേർവറായൻ ഹില്ല് സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു 6 കിലോമീറ്ററിൻ്റെ ദൂരെ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണേണ്ട മെയിൻ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഏകദേശം ഒരു 8-9 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെന്ന് കാണാൻ സാധിക്കും. കണ്ടില്ല, ഇവിടുത്തെ നേച്ചർ നമുക്ക് കാണുമ്പോൾ സത്യത്തിൽ ഊട്ടിയാണ് ഓർമ്മ വരുന്നുള്ളത്. ഊട്ടിയുടെയും സെയിം ക്ലൈമറ്റും നേച്ചറാണ് ഇവിടെയും. അതുകൊണ്ടായിരിക്കാം ഈ ഏർക്കാടിനെ പാവപ്പെട്ടവരുടെ ഊട്ടി എന്നും പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആൾറെഡി ഇപ്പോൾ സൺസെറ്റ് ആയി തുടങ്ങി. അങ്ങനെ ഏകദേശം ഞങ്ങളിപ്പോൾ മേളിൽ എത്താറായി. ഇതാണ് ഇവിടുത്തെ വ്യൂ. അങ്ങനെ ഏകദേശം സൺസെറ്റ് ആയി തുടങ്ങി. ചെറുതായിട്ട് പേടിയുണ്ട് ഇനി സൺസെറ്റ് കഴിയുമോ എന്ന്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ചെന്ന് നോക്കാം. അങ്ങനെ ദേ ഫൈനലി നമ്മൾ സേർവറായൻ ഹിൽ ടോപ്പ് എത്തിക്കഴിഞ്ഞു. ഫൈനലി ഏർക്കാടിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സൺസെറ്റ് കഴിഞ്ഞു ആണോ ആയിരിക്കും പേടിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഈ വ്യൂ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ദേ കണ്ടില്ലേ, എന്ത് ഭംഗിയായി ഈ സൺസെറ്റ് കാണാൻ തന്നെ. അത്രയ്ക്ക് ഒരു ടോപ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഏർക്കാടിൽ തന്നെ ഏറ്റവും ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം. അങ്ങനെ വ്യൂ പോയിന്റ് കയറി നിന്ന് ഇവിടുന്ന് ആ സൺസെറ്റ് കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സത്യത്തിൽ. കണ്ടില്ലേ എന്ത് ഭംഗിയായി ഈ നേച്ചറിന്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സ്ട്രെസ്സും വിഷമവും സങ്കടവും പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഒരല്പനേരത്തേക്കെങ്കിൽ പോലും മനസ്സിന് സത്യത്തിൽ ഒരു നല്ല ആശ്വാസമാണ് തോന്നുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന സ്ഥലത്തേക്ക് പോവുക. കുറച്ച് നേരത്തേക്കെങ്കിലും എല്ലാം മറന്ന് അത് ആസ്വദിക്കുക. അതുകൊണ്ട് തന്നെ നല്ല ഒരു റിലീഫും പിന്നെ മനസ്സിന് അത്രയ്ക്കൊരു ആശ്വാസമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദേ നമുക്കിവിടെ ഏതൊക്കെയാണ് നിയർ ബൈ ടൂറിസ്റ്റ് സ്പോട്ട്സ് എന്ന ഡീറ്റെയിൽസും കൂടി ഇവരിവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതായത് വരുന്നവർക്കൊക്കെ ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാണുന്നതാണ് സേർവറായൻ ടെമ്പിൾ. അതെ, ഇവിടെ ഒരു അമ്പലവും കൂടി ഉണ്ട്. ഒരു ഫേമസ് അമ്പലമാണ്. പിന്നെ ഇവിടെ ഒത്തിരി കടകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചായ, കാപ്പി, എന്തൊക്കെ സ്നാക്സ്, ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. കണ്ടില്ലേ, തന്തൂരി ചായയൊക്കെ നമുക്കിവിടെ കിട്ടും. അത് മാത്രമല്ല ജ്യൂസ്, വെള്ളം, പല സ്നാക്സ് എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഗെയിംസും കാര്യങ്ങളും കൂടി അവൈലബിൾ ആണ്. ഞങ്ങൾ ആരോ കളിക്കുന്നുണ്ട്, അത് ജസ്റ്റ് കണ്ടു നിന്നു.
ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഫുൾ ഒരു വ്യൂ പോയിൻറ്റ്സ് ആണ്. എങ്ങ് തിരിഞ്ഞാലും ഇങ്ങനെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. അതാണ് ഈ ഏർക്കാട് എന്ന സ്ഥലത്തിൻ്റെ തന്നെ ഒരു ഭംഗി. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ചായയൊക്കെ കുടിച്ച് നേരെ ഇനി റൂമിൽ പോവുകയാണ്. അപ്പോൾ നാളെ ഡേ 2 ഏതൊക്കെ സ്ഥലങ്ങളാണ് പോകുന്നതെന്ന് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.